ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മത്തി നമ്മൾ തേങ്ങ അരച്ചിട്ട് എങ്ങനെ വെക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് ആദ്യം നമ്മൾ എണ്ണ ചൂടാക്കുക, അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക, പിന്നെ വല്യുള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു വല്യുള്ളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മളിതൊന്ന് വഴലാനായിട്ട് വെക്കുക. അതിനുശേഷം വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം, എന്നത് പെട്ടെന്ന് വഴന്ന് കിട്ടും. പിന്നെ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഞാൻ കാന്താരി ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ വഴറ്റിയെടുക്കുക. പിന്നെ നമ്മുടെ പൊടികൾ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 2.5 സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ ഒരു സ്പൂണ് മുളക് പൊടി. ഇപ്പോൾ മുളക് പൊടി നിറച്ച് എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കാന്താരി ഇട്ടാൽ തന്നെ നന്നായിട്ട് എരിവുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളൊരു പുളി, ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിലിട്ട് അതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടത് പിഴിഞ്ഞ് നമ്മളിതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തീയൊന്ന് കൂട്ടി വയ്ക്കുക. പിന്നെ നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു ടൈമിൽ ഒരു വെണ്ടയ്ക്കയുടെ, അതായത് അധികം മൂക്കാത്ത ചെറിയ 2 വെണ്ടയ്ക്ക എടുത്തിട്ട് നമ്മളിതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, നമുക്കതിൻ്റെ ടേസ്റ്റോ അങ്ങനത്തൊന്നും വരില്ല, പക്ഷേ കറിക്കൊരു പ്രത്യേക ഒരു രുചി ഉണ്ടാകും, അതുപോലെ ഒന്നും കൂടി ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം, നല്ല രുചിയാണ്. പിന്നെ നമ്മൾ അത് തീ കൂട്ടി തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. പിന്നെ നമ്മൾ തേങ്ങ അരയ്ക്കാനുള്ള റെഡിയാക്കുക. അപ്പോൾ തേങ്ങ ഇതുപോലെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ തേങ്ങ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ 2 ചെറിയ ഉള്ളി ഈ സമയത്ത് ഈ തേങ്ങയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ തേങ്ങയ്ക്ക് നല്ലൊരു മണവും ഇതൊക്കെ ഉണ്ടാവും. ഈ ഒരു പരുവത്തിൽ നമ്മൾ വറുത്തെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതൊക്കെ ഒന്ന് അരച്ച് വരുമ്പോഴേക്കും നമ്മുടെ പുളി വെണ്ടയ്ക്കൊക്കെ വേണ്ടി കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഈ ഒരു പരുവാകുമ്പോൾ നമ്മളിതിലേക്ക് നന്നാക്കി വെച്ചിട്ടുള്ള മത്തി നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മത്തീൻ്റെ ഒക്കെ ഒന്ന് സെറ്റായി വരും. 2 തണ്ട് കറിവേപ്പില ആദ്യം ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ മത്തിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 300 ഗ്രാം മത്തി ഈ കറിക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് എല്ലാ മത്തിയും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം ഇളക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ അതടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ സമയത്തൊക്കെ ഒന്ന് തീ കൂട്ടി വയ്ക്കുന്നത് നല്ലതാണ്. അപ്പം പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടിക്കോളും. ചെറിയ മത്തിയാണ്, ഒരു 5 മിനിറ്റൊക്കെ തിളച്ചാൽ മതി, അപ്പോഴേക്കും അത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അത് നല്ല പരുവത്തിൽ വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ഇടുമ്പോഴും ഒന്ന് തിളയ്ക്കണമല്ലോ. അപ്പോൾ
ഇത് വെന്ത് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ വറുത്തരച്ച് നമ്മൾ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു പരുവം പിന്നെ നമ്മൾ ആ തേങ്ങയുടെ മിക്സിയിലുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുമ്പോഴേക്കിനും കറി നമുക്ക് ഉപയോഗിക്കേണ്ട രീതിയിൽ ലൂസായിട്ടുണ്ടാവും. അത്രയ്ക്കും വെള്ളം മതിയാവും. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ ചൂടാക്കി തിളപ്പിച്ചെടുക്കുക. അല്ലാതെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്നിങ്ങനെ പതയൊക്കെ വരുമ്പോഴേക്കും നമുക്കത് ഓഫാക്കാം. ഈ ഒരു പരുവത്തിലായപ്പോഴേക്കും ഞാനിത് ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ടിപ്പാണ്, കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മൾ മൂപ്പിച്ചിടുക എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ കൂടി ഇട്ട് കഴിഞ്ഞ് വെളിച്ചെണ്ണയിൽ ഇതുപോലെ ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ മത്തിക്കറിക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ പ്രത്യേകിച്ച് ഈ വറുത്തരച്ച ചിക്കൻ കറി ആണെങ്കിലും മത്തിക്കറിക്കാണെങ്കിലും ഇങ്ങനെ ഒന്ന് ലാസ്റ്റ് വറുത്തിടുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് വരാറുണ്ട്. അപ്പോൾ ഇതും കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ വറുത്തരച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുക. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.